വിജയ കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങൾ നമ്മൾ ചുറ്റി കറങ്ങുന്നതാണ്. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. രണ്ട് രാഷ്ട്രങ്ങള് ജപ്പാനും കൊറിയയും ഈ അടുത്ത ദിവസങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. അടുത്ത ഘട്ടത്തിലേക്ക്, വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആ ഉദ്ദേശത്തോടെയാണ് ജപ്പാനും കൊറിയയും സന്ദർശിച്ചത്. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ, എന്ത് ചെയ്യാം. മൊത്തത്തിൽ ആ സന്ദർശനത്തെ പറ്റി പറയാനുള്ളത് വളരെ വിജയകരമായ സന്ദർശനമായിരുന്നു എന്താണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, IT, ഭക്ഷ്യസംസ്കരണം, മത്സ്യബന്ധനം, മാലിന്യ സംസ്കരണം, ദുരന്ത നിവാരണം, ഇങ്ങനെയുള്ള വിവിധ മേഖലകൾക്ക് ഗുണകരമാകാവുന്ന സന്ദർശനമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. കഴിഞ്ഞ 3.5 വർഷമായി അദ്ദേഹം നടത്തുന്ന എല്ലാ വിദേശ പര്യടനങ്ങൾക്ക് ശേഷവും പറയുന്ന ഒരു പല്ലവിയാണിത്. കഴിഞ്ഞ തവണ ഗൾഫിൽ പോയിട്ട് വന്ന് പറഞ്ഞു 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നു. ഒരു നിക്ഷേപവും കേരളത്തിൽ വന്നിട്ടില്ല. നടന്നുകൊണ്ടിരുന്ന ചില പദ്ധതികളുടെ കാര്യമാണ് അദ്ദേഹം ഇതിനെടുത്ത് പറയുന്നത്. ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട, നിന്നെ ഊരിക്കത്തില്ല, നീ ഊരി തോന്ന് കാണട്ട. യഥാർത്ഥത്തില് ഈ യാത്ര കേരളത്തിന്റെ യുവജനതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. നമ്മുടെ നാടിന്റെ ഭാവിക്ക് ഉതകുന്ന സന്ദർശനമായിരുന്നു. ഇപ്പം നാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദേശത്ത് പോയി ഒരു വികസന പ്രവർത്തനം വരുന്നത് നമ്മളാരും എതിരല്ല. പക്ഷെ ആ വിദേശ പര്യടനങ്ങൾ കൊണ്ട് കേരളത്തിലും ഗുണമുണ്ടാകണം. അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ജാപ്പനീസ് അംബാസഡർ കേരളം ജാപ്പനീസ് നിക്ഷേപങ്ങൾക്കും വ്യവസായങ്ങൾക്കും വളരെ അനുയോജ്യമായ സ്ഥലമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അനുകൂല സാഹചര്യം കുറെ കൂടി ഫലപ്രദമായി ഉപയോഗിക്കുക, അതാണ് ജപ്പാൻ സന്ദർശനത്തിലൂടെയും അവിടെയുള്ള വിവിധ കൂടിക്കാഴ്ചകളിലൂടെയും ശ്രമിച്ചത്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു ആ, ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന് ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പം ഉണ്ടാക്കി പഠിച്ചോളൂ. ഇപ്പൊ കേരളം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇവിടെ KSRTCയിലെ ശമ്പളമില്ലാതെ ജീവനക്കാർ നിരാഹാരം കിടക്കുന്നു. ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ കുട്ടികൾ മണ്ണ് തിന്നുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ഇതിനൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ സന്ദർഭത്തിൽ ലക്ഷങ്ങൾ മുടക്കി വിദേശത്ത് പോകുന്നതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണോ ഏട്ടാ? പിടിവിട്, സംഗതി അയാൾക്കൊരുത്താക്കരുത്. അവരെ കുറിച്ചൊക്കെ ഞാനെന്ത് പറയാനാണ്? ഇതാണ് നടന്ന കാര്യങ്ങൾ. ഉല്ലാസമല്ലേ എന്നുള്ളത് ഞങ്ങളുടെ ടീമിലുള്ള അംഗങ്ങളോട് ചോദിച്ചാലേ മനസ്സിലാവും. പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുകയാണ്. എന്തിനേയും എതിർക്കണം, ഇതാണ് അവര് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുവേറ്റ് വരുന്നോടാ റാസ്കൽ. നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ
നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.